ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമുക്കിന്ന് രാമായണം ബാക്കി വായിക്കാം. എല്ലാവർക്കും കമൻസ് ഇട്ടതെല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിച്ചു. എല്ലാവർക്കും ശാന്തി സമാധാനവും ആയുരാരോഗ്യവും ഈശ്വരകൃപയും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് രാമായണം ബാക്കി വായിക്കാം. നമുക്ക് ഒന്ന് കയറ്റി വായിക്കാം. നല്ല ഒരു ഭാഗമാണ്. കാരണം ഭഗവാനെ എന്താണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഗുണങ്ങൾ അഗസ്ത്യ മഹാമുനി പറയുന്നത്. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തി ശ്രീ രമണാത്മാരാമ കാരുണ്യ അമൃത സിന്ധു. എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു. ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊലുവൻ ധരാപതി. സാധു സംഗതി തന്നെ മോക്ഷ കാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. അപ്പം നമുക്കൊക്കെ എന്താ വേണ്ടേ? സാധു സംഗതി. സംഗമം എന്ന് വെച്ചാൽ അവരോടുള്ള ചേർച്ച, കൂട്ട്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളാണ്, നല്ല ഭക്തന്മാരാണ് സാധു. അല്ലാതെ പാവപ്പെട്ടവരെന്നല്ല അർത്ഥം. ചിലർ ധരിക്കും പട്ടിണി പയ്യോ ഒരു സാധു എന്ന് പറയാം. അങ്ങനല്ല. ഒരു യഥാർത്ഥ ഭക്തൻ, സമചിത്തതയുള്ളൊരു ഭക്തനെയാണ് ഇവിടെ സാധു എന്ന് പറയുക. അങ്ങനെയുള്ള ഭക്തന്മാരോട് സംസർഗം നല്ലതാണ്. സംഗതി, സംഗമം, ചേർച്ച. അവരുമായിട്ട് സംഗമം ഉണ്ടെങ്കിൽ നമുക്ക് നന്മ കിട്ടും. അവരിൽ എന്തൊക്കെയാണ്, അവരിൽ നന്മ നിറഞ്ഞിരിക്കുന്നത് ഈ സജ്ജനങ്ങളിൽ. അപ്പോൾ നമുക്കും അത് മനസ്സിലാക്കാനും കേൾക്കാനും ഈശ്വരകൃപ അതിൽ കൂടെ വഴിഞ്ഞൊഴുകും നമ്മളിലേക്ക്. നല്ല നാമങ്ങളും ഭഗവത് വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ സാധു സംഗതി തന്നെ മോക്ഷ കാരണം എന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. അങ്ങനെയുള്ള വേദാന്തജ്ഞന്മാർക്ക് അറിയാം സാധു സംഗമം നല്ലതാണെന്ന്. നമുക്കൊക്കെ ഇത് പറഞ്ഞു കേട്ടാൽ നമുക്കും ഇത് യഥാർത്ഥ ഭക്തന്മാർക്കൊക്കെ അറിയാം. നമുക്ക് അതാ നല്ലത്. ലോകകാര്യങ്ങളൊന്നും കേൾക്കണ്ടല്ലോ. ഭക്തന്മാരിൽ കൂടെ ഈശ്വരൻ്റെ വചനങ്ങളും കഥകളൊക്കെയാണല്ലോ കേൾക്കാൻ പറ്റുന്നത്. അതാണ് സംഗമം നന്മ നിറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് മോക്ഷത്തിലേക്ക് കടക്കാൻ പറ്റും. അവർ ഈ ലോകത്തുള്ള വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഒരു ഭക്തൻ പറയത്തില്ല. നമുക്ക് എപ്പോഴും ഈശ്വര കൃപ ഒഴുകുന്ന നല്ല നല്ല വചനങ്ങളെ അവർ സംസാരിക്കത്തുള്ളൂ. അപ്പം നമുക്ക് എന്ത് പഠിക്കാം? നന്മ കൊണ്ട് നിറയ്ക്കാം നമ്മുടെ ഉള്ളമെല്ലാം. അപ്പം നമുക്ക് മോക്ഷത്തിലേക്ക് ഭഗവത് കൃപ വരുമ്പോഴാണല്ലോ നമുക്ക് മോക്ഷം ഉണ്ടാകുന്നത്. ഈശ്വര കൃപ എപ്പോഴും ഉണ്ടെങ്കിലാണ്. അത് നല്ലൊരു ഹൃദയം തന്നെ ഉണ്ടാകണം. നല്ല നല്ല നാമങ്ങളും വചനങ്ങളും കേൾക്കുകയും വേണം. അപ്പോൾ സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. അപ്പോൾ ഭക്തന്മാരെന്താണ്? അപ്പം മനസ്സിലാക്കാമേ സാധുക്കൾ എത്രമാത്രം ഭക്തന്മാരാണെന്ന്. സമചിത്തന്മാരാ. അവരെല്ലാവരോടും ഒരുപോലെ സ്നേഹമുള്ളവരാ. അവരുടെ ദുഷ്ടനെന്നോ പിന്നെ ഒരാൾ പണക്കാരനെന്നോ പാവപ്പെട്ടനെന്നോ അങ്ങനെ ഒന്നും ഒരു ചിന്തയില്ല. ഒരു ഭക്തനെ എല്ലാവരെയും തുല്യമായി കാണും. അതുകൊണ്ട് സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായ. ഭക്തന്മാരെ ബോധിപ്പിക്കും. ആത്മജ്ഞാനങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. ഒരു ഭക്തൻ്റെ ഗുണം അങ്ങനെ ഉണ്ട്. നല്ല അവർക്ക് തോന്നും ഇത് ഒരു ഭക്തനാവാൻ കൊള്ളാം. നമ്മളെ കാണുമ്പോൾ തന്നെ അവരിലുള്ളത് നമുക്ക് ഇങ്ങോട്ട് പകർന്നു തരും. അങ്ങനെ ഭക്തൻ അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല. സ്വാർത്ഥപരമായി അല്ല ഒരു ഭക്തൻ്റെ ഒരു മനസ്സ്. എപ്പോഴും മറ്റുള്ളവർക്കൂടെ ഉപകാരം ചെയ്ത് കൊടുക്കുക. ഉള്ള വചനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഒരു ഭക്തൻ്റെ മനസ്സ് എപ്പോഴും അങ്ങനെയായിരിക്കും. നന്മ കൊണ്ട് നിറയ്ക്കണം. എല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യണം. അത് വിദ്യയായാലും എന്തും ആയാലും അതാണ് ഒരു ഭക്തൻ്റെ സ്വഭാവം. അതുകൊണ്ട് ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി.
നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്ത അഖില കാമന്മാരായി. അപ്പോൾ എന്താ നിസ്പൃഹന്മാരായി എന്ന് പറഞ്ഞാൽ അസൂയയില്ലാത്തവരാണവർ. എത്രമാത്രം ഒത്തതാണെന്നറിയാമോ? നമുക്ക് തന്നെ അത് മനസ്സിലാക്കാവുന്ന കാര്യം. നമുക്ക് അസൂയ അങ്ങനെ ഒരു ഭക്തന് ഒരിക്കലും അസൂയ, കാരണം മറ്റുള്ളവർ നന്നാവും എന്നുള്ള ചിന്ത കൊണ്ടാണ് അസൂയ എന്ന് തോന്നുന്നത്. അവർ അതിനെന്താ പറയുക, മറ്റുള്ളവർ നന്നാവുന്നത് ഇഷ്ടമല്ലാത്തവർ ഒരു ഭക്തനൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല. എത്രയും നന്നാവണമെന്നുള്ള ചിന്തയും അവർക്ക് വേണ്ടി അതിനുള്ള താല്പര്യം നമ്മുടെ അതാണ് ഒരു ഭക്തൻ ചെയ്യുന്നത്. എന്തും അവർക്ക് വേണ്ടി കൊടുക്കുകയും എത്രത്തോളം ഉയരാം അത്രത്തോളം നന്മ കൊടുക്കാനേ ഒരു ഭക്തൻ അത് മനസ്സിൽ കാണൂ. അല്ലാതെ അവൻ നന്നായി വളരുന്നല്ലോ എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാവത്തില്ല. അതാണ് ഇവിടെ നിസ്പൃഹന്മാരായി, അസൂയ ഇല്ലാത്തവരായി, വിഗതൈഷണന്മാരായി, അതായത് ആഗ്രഹങ്ങളില്ലാത്തവരാ. ആഗ്രഹങ്ങളില്ലേ പിന്നെ ആര് നന്നായാലും എന്താ, എല്ലാവരും അങ്ങനെ ചിന്തിക്കാറ്. നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലാണ് മറ്റുള്ളവരെക്കാളും നന്നാവണം ചിന്തിക്കുന്നത്. ഒരു ഭക്തൻ ഒരിക്കലും ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞൊരു ഭക്തൻ ഒരിക്കലും ആരോടും അസൂയ ഉണ്ടാകത്തില്ല. കാരണം നമുക്ക് എല്ലാം മടുത്തു കഴിഞ്ഞു, എല്ലാത്തിൽ നിന്നും മോചനം കിട്ടുന്നു, യാതൊന്നും ഈ ലോകത്തിൽ ഒന്നും തന്നെ വേണ്ട, എല്ലാത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച ഒരു ഭക്തൻ പിന്നെ എന്തിനാ ആർക്ക് വേണ്ടി അസൂയപ്പെടണം? അത് വേണം ഇത് വേണം തോന്നിക്കുന്നെങ്കിലല്ലേ നമുക്ക് അസൂയ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു അസൂയയും കാണത്തില്ല. എത്രത്തോളം ദാനധർമ്മം ഉള്ളത് കൊടുക്കുകയാണ് ചെയ്തത്, ഇങ്ങോട്ടൊന്നും വേണമെന്നുള്ള താല്പര്യം ഉണ്ടാവത്തില്ല. ഞാൻ എൻ്റെ അനുഭവം പറയുന്നതാണ്. ഒന്നും നമുക്ക് ഇങ്ങോട്ട് വേണമെന്നില്ല, ഉള്ളത് അങ്ങോട്ട് ആരെങ്കിലും കൊടുക്കാൻ ഉള്ളതിനെ അങ്ങനെയുള്ള മനസ്സേ ഉണ്ടാവത്തുള്ളൂ. അപ്പം നമുക്കൊന്നും വേണ്ട, ഈ ലോകത്തിലെല്ലാം നമുക്ക് മടുത്തു, എല്ലാം നമുക്ക് നിറഞ്ഞു, വേറെ ഒന്നും നമുക്ക് താല്പര്യമില്ല, ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ മറ്റാരോടും നമ്മൾ അസൂയ കാണിക്കുന്നേ? നമുക്ക് മറ്റുള്ളവരെക്കാളും ഉണ്ടാകാനുള്ള ചിന്തയും ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അസൂയ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടൊരു ഭക്തൻ യഥാർത്ഥ ഒരു ജ്ഞാനി, ഒരു വിദ്വാൻ, ഒരു നല്ലൊരു സന്യാസിക്ക് ഒരിക്കലും അസൂയയില്ല, ആഗ്രഹങ്ങളില്ല. പിന്നെയോ ത്വൽഭക്തന്മാരായി നിവൃത്ത അഖിലകാമന്മാരായി നിവൃത്തി വന്നു. അഖിലത്തിൻ്റെ ഈ ലോകത്തുള്ള ഈ പുറമേ ഉള്ള ബാഹ്യലോകത്തുള്ള സർവത്തിൽ നിന്നും ആഗ്രഹ നിവൃത്തന്മാരായി, നിവൃത്ത അഖില കാമന്മാരായി. അപ്പം സർവത്തിൽ നിന്നും അവർ നിവൃത്തി വന്നു. ത്വൽഭക്തന്മാരായി, പരമാത്മാവിൽ ഭക്തിയുള്ള ഒരു സന്യാസി, ഒരു ഭക്തൻ, ഒരു സ്വാമി, ഈ ലോകത്തുള്ള സർവ്വ ആഗ്രഹങ്ങളും നിവൃത്തി വന്നു. എന്നുവെച്ചാൽ വേണ്ട, എല്ലാം നിറഞ്ഞു, ഒന്നും ഇനി വേണ്ട. അങ്ങനെ ആണ് നിവൃത്ത അഖില കാമന്മാരായി, അനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി. ഇഷ്ടമായാലും അനിഷ്ടമായാലും രണ്ടിനും ഒരേ അവസ്ഥയായിരിക്കും. എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം അദ്ദേഹത്തിന് ഒരു ഭക്തനോട് ആരും സന്തോഷമായിട്ടൊരു സ്തുതിവാക്കുകൾ പറഞ്ഞാലും അതിന് ഇഷ്ടക്കേടുമില്ല, ഇഷ്ടവുമില്ല. നിന്ദിച്ചാലും ഇയാൾ എന്തുവാടേ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കളിയാക്കുകയല്ലേ, ഒരു കള്ളസന്യാസിന്നോ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് കളിയാക്കുക എന്ന് ചെയ്താലും അദ്ദേഹത്തിന് യാതൊരു ഇഷ്ടക്കേടുമില്ല. അനിഷ്ട നന്ദികേട്, അതായത് എന്താ പറയുന്നതിന്, സ്തുതിച്ചാലും നിന്ദിച്ചാലും ഒരേ അവസ്ഥ. അനിഷ്ട പ്രാപ്തികൾ രണ്ടിന് സമന്മാരായി. എന്ത് ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയില്ല, എപ്പോഴും ഒരേ മനസ്സായിരിക്കും. എന്നെ അത് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരാൾ എന്നെ സ്തുതിച്ചല്ലോ, നന്മ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരാൾ നിന്ന പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ചിന്തയില്ല. നന്മയായാലും തിന്മയായാലും അദ്ദേഹത്തിന് ഒരേ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇഷ്ടത്തിനും അനിഷ്ടത്തിനും രണ്ടിന് സമന്മാരായി, നഷ്ടസംഘന്മാരുമായി, സന്യസ്ത കർമാക്കളായി, തുഷ്ടമാനസന്മാരായി, ബ്രഹ്മ തൽപരന്മാരായി. നഷ്ടസംഘന്മാരുമായി, എന്ത് വന്നാലും നഷ്ടസംഘന്മാരുമായെന്ന് വെച്ചാൽ നഷ്ടം വെച്ചാൽ എന്തിലും നഷ്ടപ്പെട്ടു അങ്ങനെ ആയാലോ, സന്യസ്ത കർമ്മങ്ങളായാലും തുഷ്ടമാനസന്മാരായി, എപ്പോഴും അവരുടെ മനസ്സ് തുഷ്ടമാനസൻ, നല്ല മനസ്സോടുകൂടി, അവർക്കത് നഷ്ടപ്പെട്ടു പോയെന്നോ അല്ലെങ്കിൽ ഒത്തിരി കൂടുതൽ ഉണ്ടായെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നും, ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം ഉണ്ടെങ്കിൽ ഉള്ളത് നഷ്ടപ്പെട്ടു പോയത് അതിനെപ്പറ്റി യാതൊരു ഖേദവും പ്രകടിപ്പിക്കത്തില്ല. പോകാനുള്ളത് പോകും, വരാനുള്ളത് വരും, ഇങ്ങനെയുള്ള ചിന്ത തന്നെയായിരിക്കും ഒരു ഭക്തന്. അതുകൊണ്ട് നഷ്ടസംഘന്മാരുമായി, സന്യസ്ത കർമാക്കളായി, തുഷ്ടമാനസന്മാരായി, ബ്രഹ്മതൽപരന്മാരായി, എപ്പോഴും ഈശ്വരനിൽ താല്പര്യം പ്രകടിച്ചിരിക്കും, എല്ലാം ഈശ്വരനായി കാണും, എപ്പോഴും അതിലാ താല്പര്യം, മറ്റു ചിന്തകളല്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും നല്ല സന്തുഷ്ട മനസ്സായിരിക്കും. അതായത് തുഷ്ടമാനസന്മാരായി, സന്തോഷമായിട്ടുള്ള മനസ്സായിട്ട്. സന്തോഷം എപ്പോഴും പരമാത്മാവിൽ ലയിച്ചിരിക്കുന്ന ഒരു സന്തോഷം അല്ല, ഈ ലോകത്തുള്ള സർവ്വബന്ധം കണ്ടും കേട്ടോ അങ്ങനെയുള്ള സന്തോഷമല്ല. നമുക്ക് എപ്പോഴും ആ സന്തോഷം നിറഞ്ഞൊരു മനസ്സായിരിക്കും.
നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ വസിക്കുമ്പോൾ ബ്രഹ്മ തൽപരനായ എന്താണ്, എപ്പോഴും ഈശ്വരനുള്ള തൽപരന്മാരായിരിക്കും, എപ്പോഴും ആനന്ദം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷം തന്നെയായിരിക്കും. അതാണ് തുഷ്ടമാനസന്മാരായി ബ്രഹ്മ തൽപരന്മാരായി ശിഷ്ട ആചാരിക പരായണന്മാരായി നിത്യം, അതായത് സൽക്കർമ്മങ്ങളിൽ മാത്രം താല്പര്യം. അപ്പം എപ്പോഴും സന്തോഷമല്ലേ? എന്തൊരു സന്തോഷമാണ്! ഈ ലോകത്തിലെ സന്തോഷം അല്ലത്. ഈ ലോകത്തിൽ എന്തെങ്കിലും സിനിമ കണ്ടോ പിന്നെ കോമഡി കണ്ടോ സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ, ഈ ലോകത്തിൽ സർവ്വതും ത്യജിച്ചവരാണല്ലോ സമചിത്തന്മാരാകുന്നത്. ഇഷ്ട അനിഷ്ട പ്രാപ്തിയെല്ലാം ഒരേപോലുള്ള സമചിത്തന്മാരാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഈ ലോകത്തിലുള്ള സന്തോഷമല്ല. അവരുടെ ഉള്ളം എപ്പോഴും പരമാത്മാവിൽ ലയിച്ചിരിക്കുന്നത്. എന്താ കാരണം? സൽക്കർമ്മങ്ങൾ തന്നെ ചെയ്യാനാണ് ഇഷ്ടം, എപ്പോഴും താല്പര്യം. സൽക്കർമ്മങ്ങളിൽ മാത്രം താല്പര്യമുള്ളവരാണ്. ഈശ്വര വചനങ്ങൾ കേൾക്കാനും പറയാനും അത് കൊടുക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാനും ഈശ്വര കർമ്മങ്ങൾ തന്നെ നല്ല അങ്ങനെയുള്ളത് മാത്രം താല്പര്യമുണ്ട്. ഈ ലോകത്തിലുള്ള മറ്റൊന്നിനും താല്പര്യം ഉണ്ടാകത്തില്ല. പിന്നെ എന്തെങ്കിലും കർമ്മങ്ങൾ മനുഷ്യനല്ലേ, നമുക്ക് ആഗ്രഹിച്ചുണ്ടാക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ഒരു വീട്ടിലേക്ക് വസിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞങ്ങ് കൂടാ. അത് എന്താ ചെയ്യുന്ന അന്നേരം കണ്ടതിനെ വാഴ്ത്തി പോകുന്നു. അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്ന മാമുനികൾ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അനത്തി കുടിക്കണം, അപ്പോഴതങ്ങ് ചെയ്ത്. അല്ലാതെ നേരത്തെ കൂട്ടി ഞാൻ ഇത്ര മണിക്ക് എനിക്ക് ഇന്ന തന്നെ കുടിക്കണം, അങ്ങനെ അല്ലെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കണം, ഇങ്ങനെ അന്നേരം കണ്ടത് ചെയ്തങ്ങ് ജീവിച്ചു പോകുന്നു. കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു, ആഗ്രഹമില്ലാത്ത കർമ്മങ്ങൾ എല്ലാം ഭഗവാൻ അർപ്പിച്ച് അതെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ എല്ലാം ഈശ്വര കാര്യങ്ങളായിട്ടുള്ള നല്ല പ്രവൃത്തികളായിരിക്കും. അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങളിൽ മാത്രം നമ്മളെ ജോലിയെല്ലാം സൽക്കർമ്മമായി തന്നെയാണ് ചെയ്യുന്നത്, ഏത് പണിയായാലും. അപ്പം അത് ആഗ്രഹമില്ലാതെ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രം. അതെല്ലാം പരമാത്മാവ് തന്നെ ചെയ്യുന്നു. ഇദ്ദേഹത്തിനകത്ത് ഇരിക്കുന്ന ആരാ? ഭക്തനിൽ ഈശ്വരനാണ്. അപ്പോൾ ചെയ്യുന്നത് ആരാ? ആ ഈശ്വരൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞൊരു ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പോലും ത്യജിച്ച ആളാണ്. പിന്നെ ആ ഉള്ളിലിരുന്ന് ഭഗവാൻ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ്. ഞാൻ പറയത്തില്ലേ ചിലപ്പോഴൊക്കെ, എനിക്ക് ഒന്നും വൈകില്ല, എൻ്റെ ഭഗവാൻ എന്നിൽ നിന്ന് എല്ലാം എനിക്ക് ചെയ്തു തരും, അങ്ങനെ കഴിഞ്ഞു കൂടുമെന്ന് പറയത്തില്ലേ? അതുപോലെ തന്നെയാണ്. അത് പോകെ അങ്ങനെ തന്നെ ആകുന്നത്. ഇപ്പം അങ്ങനെ ആയി കഴിയുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്താ, ശിഷ്ടാചാരിക പരായണന്മാരായി നിത്യവും സൽക്കർമ്മങ്ങളിൽ മാത്രം താല്പര്യം. യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തേ, അതായത് അഹിംസ, ഒരു ജീവജാലങ്ങളെയും ഹിംസിക്കാതിരിക്കണം. അതാണ് ഒരു ഭക്തൻ. അവർക്ക് അഹിംസ തന്നെ, ഹിംസിക്കത്തില്ല. വാക്കുകൊണ്ട് പോലും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ട് പോലും ഹിംസിക്കാതെ. അതാണ് 3 തരമുണ്ട്. നമ്മൾ മനസ്സുകൊണ്ടും ദുഷ്ടചിന്തയുണ്ടെങ്കിൽ അതെന്താ പറയുക, അതും ഹിംസയാണ്, വധിക്കുക എന്നാ. അതുപോലെ തന്നെ വാക്കുകൊണ്ട് പറഞ്ഞ് ചിലരെ കൊന്നിടുന്നവരുണ്ട്, അതും ഹിംസ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതെ അതിനാണ് അഹിംസ എന്ന് പറയുന്നത്. അതുകൊണ്ട് അഹിംസ, ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിക്കുന്നു. അതാ ഒരു ഭക്തന് യഥാർത്ഥം എല്ലാം ഒന്നായി കാണും. എല്ലാത്തിലും സമചിത്തത വരുന്നത് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ അങ്ങനെ ആകാൻ പറ്റൂ. അല്ലെങ്കിൽ മമത ഉണ്ടാകും, എൻ്റേതും നിൻ്റേതുള്ള ചിന്ത ഉണ്ടാകും. ഈ യഥാർത്ഥ ഭക്തന് ഇങ്ങനെ സമദൃഷ്ടിയായിട്ടും സമചിത്തതായിട്ടും വരണമെങ്കിൽ ഇതെല്ലാം ത്യജിച്ചെങ്കിൽ അങ്ങനെ ഉണ്ട്. കാരണം ഒന്നിലേക്കും ആഗ്രഹമില്ല, ലോകത്തുള്ള ഒന്നും തന്നെ നേടണമെന്നൊന്നും ചിന്തയില്ല. എല്ലാം അദ്ദേഹം എന്താ പറയുക, നിവൃത്തിയായി എല്ലാം കൊണ്ടും നിറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം. നോക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്, പിന്നെ ഒന്നും വേണ്ട. അപ്പോൾ അതിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്, ഒന്നിനും ആഗ്രഹമില്ല. അപ്പോൾ പിന്നെ അവിടെ എന്താ അസൂയ കുശുമ്പ എന്തെങ്കിലും ഉണ്ടാവുമോ? ആഗ്രഹങ്ങൾ ഉണ്ടാവുമോ? ഒന്നുമില്ല. അതുകൊണ്ട് പറയുന്നു, യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരാണ്, അഹിംസ, ഇന്ദ്രിയനിഗ്രഹം തുടങ്ങിയവ ശീലിച്ചവരാണ്. യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമ സാധനയുക്തന്മാരായി കാമക്രോധാദികൾ ഇല്ലാതെ മനസ്സിനെ അടക്കി നിർത്തണം. കാമം ഒന്നിലും ആഗ്രഹമില്ലാതെ, ക്രോധമില്ല. കാമം വർദ്ധിക്കുമ്പോഴാണല്ലോ ക്രോധം ഉണ്ടാകുന്നത്. അപ്പം ആഗ്രഹമില്ല, പിന്നെ എന്തിനാ ക്രോധം ഉണ്ടാകുന്നത്? നമുക്കൊന്നിനും ഇപ്പം നമ്മുടെ മുമ്പിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിലോട്ടൊരു ശ്രദ്ധ വരത്തില്ല. കാരണം നമുക്കത് വേണ്ടാത്തതുകൊണ്ട് നമുക്കതിൻ്റെ ആഗ്രഹമില്ല. ഇപ്പം കുറേ പണമോ സ്വർണമോ വഴി തന്നെ കിടക്കുന്നു, പലരും കണ്ടവരെല്ലാം വാരിക്കൊണ്ട് പോയതിരിക്കട്ടെ, നമുക്കത് കണ്ടിട്ട് യാതൊന്നും തോന്നില്ല. മണ്ണ് വാരിക്കൊണ്ട് പോകുന്നതൊക്കെ നമുക്ക് തോന്നും. അതിലോട്ട് നമുക്കത് ശ്രദ്ധ വരത്തില്ല, നമുക്കത് വേണ്ട, ആവശ്യമില്ല, ആഗ്രഹവുമില്ല, നമുക്കതിനകത്ത് താല്പര്യവുമില്ല.
അപ്പം പിന്നെ നമുക്ക് അതിനകത്തോട്ട് ചിന്ത വരുമോ? ഈ ലോകത്തിലെ എന്തെല്ലാം നമുക്ക് ഒരു മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ ഈ ലോക ചിന്തയുള്ളവർക്കെല്ലാം ഇതിലൊക്കെ താല്പര്യമുണ്ട്. ഒരു ഭക്തൻ അങ്ങനെ വരത്തില്ല. എല്ലാത്തിൽ നിന്നും മുക്തനായവരാ. ഇന്ദ്രിയ നിഗ്രഹം വെച്ചാൽ ഒന്നും കണ്ടതും കേട്ടതും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. എന്ത് കണ്ടാലും ഒത്തിരി സ്വർണം വാരി കൂന കൂട്ടി വെച്ചിട്ട് വേണമെന്ന് വെച്ചാലും പറയും അത് മണ്ണിന് തുല്യമായിട്ടേ കാണും ആ ഭക്തൻ. അത് നോക്കേ കൂടെ ഇല്ല. അതാണ് ഇന്ദ്രിയ നിഗ്രഹം. അതിനകത്ത് കണ്ണ്, നേത്രേന്ദ്രിയം അതിലേക്ക് പോകത്തില്ല. മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്ന കേൾക്കാനും ശ്രവണേന്ദ്രിയവും പോകത്തില്ല. അതായത് കാത് കേൾക്കുന്നത്. രസനേന്ദ്രിയം ഒരുപാട് സന്തോഷമായിട്ടുള്ള വലിയ രീതിയിലൊക്കെ സദ്യ കഴിക്കുന്നവരുടെ അടുക്കരുതെന്ന് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യാതൊരു ചിന്തയും ഉണ്ടാകത്തില്ല. അത് നല്ല സദ്യയാണല്ലോ, എനിക്കും വേണമല്ലോ എന്നൊരു ചിന്ത പോലും തോന്നത്തില്ല. അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഭക്തന് ഒരു കാര്യമുണ്ട്. നമ്മൾ വെറുതെ എന്തെങ്കിലും നമുക്കുള്ള എന്തെങ്കിലും ആഹാരം കഴിച്ചാലും ഈ സദ്യക്കാളും അമൃതമായിട്ട് തോന്നും, ഭയങ്കര രുചിയായിട്ട് തോന്നും. എനിക്കതിപ്പോൾ 3-4 വർഷത്തെ നല്ല അനുഭവമാണ്. നമുക്ക് അതിന് മുമ്പ് കൊച്ചു നല്ല മത്സ്യങ്ങളൊക്കെ വൃത്തിയുള്ളതൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അതേസമയം അതില്ലെന്ന് കരുതിയിട്ട് നമുക്ക് ഒക്കുന്ന എന്നും ഇപ്പം എന്തെങ്കിലും വെറും കറിയോ എന്തെങ്കിലും ഒരു മുരിങ്ങലക്കറിയോ പരിപ്പ് കറിയോ എന്ത് വെച്ചാലും വലിയ എരിയും പുളിയൊന്നും ഞാൻ പണ്ടേ കൂട്ടത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര സ്വാദാണ്. അതാ എനിക്ക് അത്ഭുതം. ഞാൻ വിചാരിക്കും, മക്കളോടൊക്കെ പറയും, എനിക്ക് എന്താ നല്ല മറ്റൊന്നും ഒരു ചിന്ത തോന്നത്തേ ഇല്ല. ഇതൊക്കെ വലിയ അമൃതമാണ്. അത് എന്താ ഭഗവാൻ തരുന്നൊരു സന്തോഷമെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ആണെങ്കിൽ 2 ദിവസം ഇങ്ങനെ ഇപ്പോൾ പരിപ്പ് കറി 2 ദിവസം കൂട്ടിയാൽ പിന്നെ അത് വെറുത്തിട്ട് ഗ്യാസൊക്കെ ഉണ്ടാക്കി വല്ലാതെ അങ്ങ് ആവും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് ഈശ്വരനും കൂടെ നമുക്ക് അതിനൊരു എന്താ പറയുക, ഒരു ഈശ്വരൻ്റെ കൂടെ ഒരു ആനുകൂല്യം നമുക്കുണ്ട്. അത് തന്നെയാണ് സംഭവം. ഭഗവാൻ അറിയാം ഈ പാവപ്പെട്ട ഈ വല്യമ്മ എന്തെങ്കിലുമൊക്കെ കഴിച്ചോട്ടെ, ഒരു ചമ്മന്തി ആയാലും ഒരു തൈരായാലും അതൊക്കെ രുചിയായിട്ട് തോന്നും. അങ്ങനെയൊക്കെ എന്തായാലും ഭഗവാൻ അത്രത്തോളം സന്തോഷം നമുക്ക് തരുന്നുണ്ടെന്നുള്ള കാര്യം സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ഒരു ഭക്തനെ അത്രമാത്രം ഭഗവാൻ സ്നേഹിക്കുന്നു. എനിക്കത് പറഞ്ഞാലൊന്നും അത് പറഞ്ഞു തീർക്കാനോ അത് അനുഭവം വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. പറഞ്ഞാലൊന്നും അത് വരത്തില്ല മക്കളെ. അത്ര ആനന്ദമാണ് ഭഗവാനോട് സ്നേഹിക്കുമ്പോഴാണ് അറിയുന്ന. എന്തെല്ലാം നമ്മൾ സഹായം ചെയ്തു തരുന്നെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭഗവാനെ. അപ്പോൾ എന്ത് വരുന്നു? ശമതമ സാധനയുക്തന്മാരായി, അതായത് കാമക്രോധാദികളില്ലാതെ മനസ്സിനെ അടക്കി നിർത്തണം. അങ്ങനെയുള്ളവരാണ് ഒരു ഭക്തൻ. എന്നിട്ട് പിന്നെയോ സാധുക്കളോട് സംഗതി ഉണ്ടാകുമ്പോൾ, ഭക്തന്മാരായ സാധുക്കൾ, നല്ല ഭക്തിയുള്ള ഈശ്വരനോട് അടുത്തിരിക്കുന്ന ഭക്തന്മാരുടെ സംഗതി, ചേർച്ച, അവരുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭഗവത് കഥകൾ കേട്ടിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഭക്തൻ. എത്രയോ ഭക്തന്മാർ, ഈ ആരംഭത്തിലുള്ള ഭക്തന്മാർ മറ്റുള്ള ഭക്തന്മാരോട് ചേർന്നിരിക്കുക എന്തൊരു ആശ്വാസം. അവർ പറഞ്ഞ് അയ്യോ എന്ത് നല്ലതാണ് കേൾക്കാൻ. ആ ഭക്തൻ്റെ അടുക്ക ഇരിക്കുമ്പോൾ എന്ത് സന്തോഷമാണ്, കേൾക്കുമ്പോൾ അങ്ങ് ആനന്ദമാണ്. അങ്ങനെ കേൾക്കുമ്പോൾ എന്ത് വരും? സാധുക്കളോട് സംഗതി ഉണ്ടാകുമ്പോൾ, ഒരു ഭക്തനോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ, ചേതസി നമ്മുടെ മനസ്സിൽ ഭവൽ കഥാശ്രവണേ, അവർ പറയുന്ന ആ ഭക്തൻ പറയുന്ന കഥകൾ നമ്മൾ ശ്രവിക്കുമ്പോൾ കേൾക്കുമ്പോൾ, ഈ ഇന്ദ്രിയങ്ങൾ നിഗ്രഹിക്കുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഇന്ദ്രിയം വേണം. അതൊക്കെ കേൾക്കുമ്പോൾ ആനന്ദം ഉണ്ടാവും. പക്ഷേ ഇത് കേൾക്കുന്നത് ആരാണ്? ഇന്ദ്രിയങ്ങളെ അടക്കാത്തവരാണല്ലോ. സാധാരണ ഭക്തന്മാരാണല്ലോ അവരും യഥാർത്ഥ ഭക്തൻ്റെ പോയി ഇത് കേൾക്കുന്നത്. അപ്പോൾ ഈ കേൾക്കുന്നവർക്ക് എന്ത് വരും? ശ്രവണേ രതി ഉണ്ടാകാം. ഇപ്പം നല്ലൊരു ഭക്തനെടുക്കാൻ പോയി അവരുടെ ആ ഭക്തൻ ഈ ഇന്ദ്രിയങ്ങളെല്ലാം ത്യജിച്ചവരാ, എങ്കിലും ഭഗവത് കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭഗവാന്റെ കാര്യങ്ങൾക്ക് ആ താല്പര്യം, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവർ സാധാരണ ഒരു ഭക്തൻ, അതിൻ്റെയൊക്കെ ആരംഭം ഇടുന്നൊരു ഭക്തൻ, അയ്യോ ആ സ്വാമി അടക്കം ചിലപ്പോൾ എന്ത് രസമാണ് കേട്ടാ, അങ്ങനെ വരുമ്പോൾ രതി ഉണ്ടാകും. എന്താ? ഈശ്വരനായിട്ടൊരു ചേർച്ച. ആ ഭക്തനത് പറയുമ്പോൾ തന്നെ നമുക്കതൊക്കെ എന്ത് രോമാഞ്ചം കൊള്ളും, അത്ര ആനന്ദം ഉണ്ടാകുന്ന എന്ത് രതി. അതാ രതി എന്ന് പറയുന്നത്, ഈശ്വരനുള്ള ചേർച്ച, ഈശ്വരനുമായിട്ടുള്ള ചേർത്ത് ലയിക്കുക. അതിനാണ് രതി എന്ന് പറയുന്നത്. രോമാഞ്ചം കൊണ്ട് പുളകിതയാവുന്നതൊക്കെ പറയത്തില്ലേ, ആ ഒരു അനുഭവം നമുക്കുണ്ടാവും ഒരു ഭക്തനടുക്ക ചെന്നിരിക്കുമ്പോൾ, ഒരു സന്യാസികളടുക്ക ചെന്നിരിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ആ ഭക്തി നമ്മളിലേക്കും വ്യാപിച്ച് നമ്മളും അതുപോലെ ആയിത്തീരണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ചെന്നിരിക്കാനും ഒരു യോഗം ഉണ്ടാവൂ. ഈശ്വരനാണിത് കൊടുക്കുന്ന ഈ യോഗം. കഴിഞ്ഞ ജന്മം ചില സുഹൃതം കൊണ്ടാ, അല്ലാതെ എല്ലാവർക്കും ഇത് കിട്ടത്തില്ല. ഒരു ഭക്തനെ ദൈവം അടുത്ത് കൊടുക്കണമെങ്കിൽ തന്നെ മുൻജന്മ സുഹൃതം കൊണ്ടായിരിക്കും. ഇപ്പം തന്നെ ഈ ഭാഗവതവും രാമായണം കേൾക്കുന്നതും ഇത് വായിക്കാനും എന്തുകൊണ്ടാണ് ചില മക്കൾക്ക് ഇത് ഇങ്ങനെ വന്നേക്കുന്നത്? എല്ലാവർക്കും എന്താ കിട്ടാത്തത്? പക്ഷെ അത് നമ്മൾ ചെയ്ത കർമ്മഫലമാണ്. അപ്പോൾ ഈശ്വരൻ അതിനുള്ള വഴി നമുക്ക് ഒരുക്കി തരും.
ഒരു ഭക്തനെ അടുപ്പിച്ച് തരും, ഒരു ഗുരുവായിട്ടോ ഒക്കെ. ഇപ്പം തന്നെ ചില മക്കൾ പറയും, അമ്മേ എനിക്കിപ്പോൾ ഇങ്ങനെ ഇത്രയും പഠിക്കാൻ കിട്ടുന്നല്ലോ, അമ്മ ഒരു ഗുരുവായി വന്നല്ലോ എന്ന് പലരും പറയും. എനിക്ക് സത്യത്തിൽ അപ്പോഴാ മക്കളോട് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, അതൊന്നും എന്നിലില്ലേ ദൈവമേ, മക്കളെ അങ്ങനൊന്നും ഞാനൊന്നും ആയിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതെന്നേ എനിക്കറിയൂ എന്ന് പറയും. അപ്പോൾ ഈ രതി ഉണ്ടാകും ആ ഭക്തനോട് ചേർന്നിരിക്കുമ്പോൾ. സംഗതി എന്ന് വെച്ചാൽ ചേർച്ച. ഒരു ഭക്തനോട് ചേർന്നിരിക്കുമ്പോൾ എന്താ കാരണം? പരമാത്മാവിൻ്റെ കഥകളാണ്, ഭഗവാൻ കൃഷ്ണൻ്റെയും ശ്രീരാമ കഥകളും ഒക്കെ കേൾക്കുമ്പോൾ ആനന്ദവും രതിയൊക്കെ ഉണ്ടാകും. തൽക്കഥ ശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. അപ്പോൾ ആ ഭക്തന് മറ്റ് യഥാർത്ഥ സന്യാസിയാകുന്ന ഭക്തരുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ച ഭക്തനടുക്കലാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? തൽകഥാശ്രവണൻ. അങ്ങനെ ഭഗവാന്റെ കഥകൾ കേട്ട് കേട്ട് വരുമ്പോൾ ഭക്തിയും വർദ്ധിച്ചിടും, ഭക്തി വരും. സാധാരണ ഒരു ഭക്തനടുക്ക ചെന്ന് സാധാരണക്കാർ ചെന്നിരുന്നു ഇത് കേൾക്കാൻ നിന്നിരിക്കുമ്പോൾ രതിയുണ്ടാവും, ഭക്തി വർദ്ധിക്കും. എന്നിട്ടോ ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും. അപ്പോൾ പതുക്കെ പതുക്കെ ആ ഭക്തിയിൽ കൂടി ആ ചെന്ന് കേൾക്കുന്നയാളിനും എന്ത് വരും? വിജ്ഞാനം, ഈശ്വരനോടുള്ള ജ്ഞാനം. വിജ്ഞാനം എന്ന് വെച്ചാൽ ഈ ലോക വിജ്ഞാനമല്ല, ആത്മീകമായ വിജ്ഞാനം. തനിയെ ഭക്തി വർദ്ധിക്കുമ്പോൾ ഇതൊക്കെ ഉള്ളിലിങ്ങനെ ഉദിച്ചുദിച്ചു വരും ഒരു ഭക്തനോട്. അങ്ങനെയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും. വിജ്ഞാന ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. അപ്പം വിജ്ഞാന ജ്ഞാനാദികൾ, പരമാത്മാവിനോടുള്ള ആ അറിവ് കൊണ്ട് ആ ജ്ഞാനം വരുമ്പോൾ, ആ വിജ്ഞാനത്തിൻ്റെ ജ്ഞാനം, പരമാത്മാവിലേക്ക് അടുക്കുന്ന ഒരു വിജ്ഞാനത്തിൻ്റെ അറിവ്, ജ്ഞാനം, അതുണ്ടാകുമ്പോൾ എന്ത് വരും? മോക്ഷവും വരും. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രയത്നിക്കേണ്ടത്, തനിയെ സംഭവിക്കും. അതാണ് യഥാർത്ഥമായൊരു ഭക്തന് സംഭവിച്ചു വരുന്നത്. നമ്മളാരിത് കാലുകൂട്ടി എനിക്ക് അത് വേണം, എനിക്ക് മോക്ഷം വേണം, ഒന്നും ഒരുങ്ങേണ്ട കാര്യമില്ല. നമുക്ക് വിധിയുണ്ടോ, നമുക്ക് യോഗമുണ്ടോ, എല്ലാം തുരുക്കൂട്ടി ഈശ്വരൻ നമ്മളെ കൊണ്ട് അവിടെ ആ വഴി കൊണ്ട് എത്തിച്ചു തരും. നമ്മുടെ കർമ്മഫലം അങ്ങനെ ആണെങ്കിൽ. അല്ലാതെ നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും ഇത് അനുഭവിക്കാനൊരു യോഗം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അപ്പോൾ അങ്ങനെ ഒരു ഭക്തൻ്റെ അടുക്ക ചെന്നിരിക്കാനും ഭഗവത് കഥ കേൾക്കാനും ശ്രവിക്കാനും രതി ഉണ്ടാകാനും ആനന്ദം ഉണ്ടാകാനും ഭക്തി വർദ്ധിക്കാനും വിജ്ഞാനം ഉണ്ടായി ആ ജ്ഞാനം ഉണ്ടാകാനും, അപ്പോൾ നമുക്ക് ഭക്തി വർദ്ധിച്ച് മോക്ഷത്തിലേക്ക് കടക്കാനും നമുക്ക് യോഗം കൂടെ വേണം. അതിനാണ് ഭഗവാൻ പറയുന്നത്, അങ്ങനെയുള്ളൊരു ഭക്തൻ ഒന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കത്തില്ല. ഈശ്വരനോട് ചേരുക എന്നുള്ള പ്രാർത്ഥന മാത്രം. അതങ്ങ് ഒന്നും ഈ ലോകത്തിലെ യാതൊന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ എനിക്ക് അത് വേണം ഇതുള്ള ചിന്ത ആ ഭക്തൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് മോക്ഷം ഉണ്ടാകുന്നത്. ചിലർ ഇന്ന് അത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, 1000 ഒന്നേ ഉള്ളെന്നങ്ങനെ. കാരണം ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഭഗവാനെ എനിക്ക് ഇന്നതില്ല, അല്ലെങ്കിൽ ഇന്നത് വേണം, ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. യഥാർത്ഥ ഒരു ഭക്തി വർദ്ധിക്കുന്ന ഭക്തൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? ഒന്നും പറയത്തില്ല. ഭഗവാനെ മാത്രം വേണം, ഭഗവാൻ എന്നുള്ള ചിന്ത, ആ ഒരു ഭക്തിക്ക് വേണ്ടി കൊതിക്കുക. അപ്പോഴാണ് ഇതെല്ലാം കിട്ടുന്നത്. അങ്ങനെയുള്ള ഭക്തന് മാത്രമേ കിട്ടത്തുള്ളൂ. വിജ്ഞാനമാകുന്ന ജ്ഞാനം, അറിവ് കിട്ടും, ഭക്തിയും വർദ്ധിക്കും. ഇത് കേൾക്കാൻ നല്ലൊരു ഗുരുവിന്, നല്ലൊരു ഭക്തന്, ഒരു സന്യാസി, കാരണം യാതൊരു ഫലങ്ങളും ആഗ്രഹിക്കാത്ത ഒരു കളങ്കമില്ലാത്തൊരു ഭക്തനെ കിട്ടും, ഭഗവാൻ കൊടുക്കും. അപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചു വരുന്നത്. അതുകൊണ്ട് ഭക്തി വർദ്ധിച്ചുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും. ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നതെല്ലാം. വിജ്ഞാനം ഗുരുമുഖത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്താ ഈ അറിവുകൾ നമുക്ക് വെറുതെ, അല്ലെങ്കിൽ എന്താ പറഞ്ഞില്ല, ആശാരിയുടെ മക്കൾക്ക് ആശാരിപ്പണി പ്രത്യേകം പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുടുംബത്തിലാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ വായിച്ചാൽ ഇതെന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഉള്ളിൽ നമുക്കത് വേണം. ഇപ്പം ഭഗവാൻ, ഈ പരമാത്മാവായ ഭഗവാൻ നാരായണൻ കൃഷ്ണൻ തന്നെ അവതരിച്ചു. ഭഗവാന്റെ ഉള്ളിലെല്ലാം ഉണ്ട്. ഈ ലോകത്ത് വരുമ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ അറിവും കൂടെ ഉണ്ട്. അതിന് ഭഗവാൻ സാന്ദീപ മഹർഷിയുടെ അടുക്ക ഗുരുമുഖത്ത് നിന്ന് പഠിച്ചില്ലേ? ഇവിടെ ഈ ലോകത്തിൻ്റെ യാതൊന്നും അറിയത്തില്ല, എല്ലാം പഠിച്ചു വരണം. അതുപോലെ പക്ഷേ ഉള്ളിൽ മറ്റെല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് വെളിയിൽ വരണം. അങ്ങനെ അതിനൊരു ഗുരു വേണം. ഇപ്പം കർത്താവായ യേശു തമ്പുരാൻ പോലും യോഹന്നാൻ സ്നാപകൻ്റെ അദ്ദേഹത്തിൻ്റെ സ്നാനമേറ്റു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കർത്താവിൻ്റെ ചെരുപ്പിൻ്റെ വാറ് പോലും ഞാൻ അഴിക്കാൻ യോഗ്യനല്ല, ഞാൻ അവിടുന്ന് ഇങ്ങോട്ടാണ് സ്നാനം ഏൽക്കേണ്ടത് എന്നാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. പക്ഷേ അപ്പോഴും കർത്താവ് എന്താ പറഞ്ഞത്? ഇപ്പം ഇതാണ് നമുക്ക് ആവശ്യമെന്ന്. അതങ്ങനെയാ, അതിനൊരു ഗുരു തന്നെ വേണം.
എവിടെയായാലും വേണം അത്. അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒരു കുടുംബത്തിൽ എല്ലാവരും അങ്ങനെ ആയി തീരുമ്പോൾ അവരുടെ മക്കളായിട്ട് ജനിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ഉള്ളിൽ വരും. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുരു ഇല്ലെങ്കിലും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ആര് ഗുരുവായി വരും? അപ്പോഴൊരു ഗുരു വേണം. അപ്പോൾ ഭഗവാൻ തന്നെ പ്രത്യക്ഷമായി നമുക്ക് ഗുരുവായി വരും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രത്യക്ഷത്തിൽ തന്നെ, ദർശനത്തിൽ തന്നെ നമുക്ക് തലയിലൊക്കെ കൈവച്ച്, അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറയുക. അപ്പോൾ അത് അല്ലെങ്കിൽ എനിക്ക് എന്ത് വേണമായിരുന്നു, ഇതൊക്കെ പറഞ്ഞാൽ ഒരു ഗുരുവിനെ ആവശ്യം ഉണ്ടായിരുന്നു. അതെനിക്കില്ലാത്തതുകൊണ്ട് ഭഗവാൻ തന്നെ എനിക്ക് ഗുരുവായി വന്നു, പ്രത്യക്ഷമായി. അതുപോലെ ഒരുപാട് ദർശനങ്ങളും ഈശ്വരൻ തലയ്ക്ക് ഞാൻ കണ്ട ഉരുണ്ട ഒരു ദർശനം. അപ്പോൾ ഭഗവാൻ തന്നെ വന്ന് എന്നെ അവിടെ ഇരുത്തി, ഭഗവാൻ കസേരന്ന് എനിക്ക് തലയിൽ കൈവച്ച്, ഞാൻ ചന്ദനക്കാലം കൂട്ടി എന്നെ തറയെടുത്ത് ഇരുത്തി, ഞാൻ കിടന്ന് കരഞ്ഞുരുളുക. അപ്പോൾ അങ്ങനെ ഇരുത്തി കൈ തലയ്ക്ക് വെച്ച് അനുഗ്രഹം. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ അനുഗ്രഹം തരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥം വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല, ഞാൻ അങ്ങനെ ഒരു ഗുരുകുലത്തിൽ പോയി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ടോ, ജ്ഞാനാദികളുണ്ട് മോക്ഷവും വരും, വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതല്ല. അപ്പോൾ ഒരു ഗുരുമുഖത്തിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്. ആകയാൽ തൊൽ ഭക്തിയും നിങ്കലെ പ്രേമ വായ്പും. ആകയാൽ ഭഗവാൻ ഭക്തി. അപ്പോൾ ആ ഭഗവാനുള്ള ഭക്തി, ആ ഗുരുവിനോട് തന്നെ, ആ ഒരു ഗുരുവിനോട് തന്നെ ആ ഭഗവാനുള്ള ചിന്തയിൽ ആ തൊൽ ഭക്തിയും നിങ്കലെ പ്രേമ വായ്പും. ഭഗവാനെ തന്നെ വേണമുള്ളൊരു പ്രേമമാകുന്നൊരു വായ്പുണ്ട്. അതിനൊരു അത്യാർത്തിയെന്നോ എന്തൊക്കെ പറയാം, ഉരുളക്കമെന്നോ നിലവിളിയെന്നൊക്കെ പറയാം, ഒരു വായ്പ്. അതും രാഘവ സദാ ഭവിക്കണമേ ദയാനിധി. അഗസ്ത്യ മഹാമുനി പറയുന്നു, എനിക്കാകയാൽ ഭഗവാനുള്ള ഭക്തിയും നിങ്കലെ പ്രേമ വായ്പും രാഘവ ശ്രീരാമ സദാ എപ്പോഴും ഭവിക്കണമേ ദയാനിധി എന്നാണ് ഇവിടെ ആ അഗസ്ത്യ മഹാമുനി പ്രാർത്ഥിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും ഒന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. തൊൽപാദാബ്ജങ്ങളിൽ ഭഗവാന്റെ പാദങ്ങളിലും, തൊൽഭക്തന്മാരിലും ഭഗവാന്റെ ഭക്തന്മാരായ സന്യാസികളിലും, ഉൾപ്പൂവിൽ എൻ്റെ ഉള്ളിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. മറ്റ് ഭക്തന്മാരെന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തന്മാരാ. ഒരു ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ച ഒരു ഭക്തൻ യഥാർത്ഥത്തിൽ മറ്റ് ലോകജീവിതത്തിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച പിന്നെ അദ്ദേഹം എപ്പോഴും കാണുന്നതും താല്പര്യപ്പെടുന്നതും ഭഗവാനെ അല്ലേ. അപ്പോൾ ആ ഭക്തനിൽ ആരാ വസിക്കുന്നത്? പിന്നെ ഈശ്വരനല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തന്മാരിലും പരമാത്മാവായ ഭഗവാനിലും ആ പാദങ്ങളിലും എൻ്റെ ഉൾപ്പൂവിൽ എപ്പോഴും ഭക്തി എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ശ്രീരാമ ദയാനിധേ അഗസ്ത്യ മഹാവിന് പ്രാർത്ഥിക്കുക, എപ്പോഴും എനിക്ക് ആ ഭഗവാന്റെ പാദാബ്ജങ്ങളിലുള്ള ഭക്തിയും അങ്ങയുടെ ഭക്തന്മാരിലുള്ള ഭക്തിയും എപ്പോഴും എൻ്റെ ഉൾപ്പൂവിൽ ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മം, ഇന്ന് മൽക്രതുക്കളും വന്നിതു സഫലമായി. അപ്പോൾ ഇന്ന് നേരിട്ട് കണ്ടു അഗസ്ത്യ മഹാമുനി, നേരിട്ട് ഭഗവാനെ ശ്രീരാമനെ കണ്ടപ്പോൾ ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മം. അദ്ദേഹത്തിന് എൻ്റെ അഗസ്ത്യ മഹാമുനിക്ക് എൻ്റെ ജന്മം ഇന്ന് മൽക്രതുക്കളും, എൻ്റെ യാഗങ്ങൾ എന്തെല്ലാം യാഗങ്ങൾ ചെയ്ത് വന്ന് അതിൻ്റെ എല്ലാം ഫലം ഇന്ന് സിദ്ധിച്ചു, സഫലമായി വന്നു. എത്ര വർഷം കൊണ്ട് ഭഗവാൻ ഇങ്ങനെ വരുമെന്ന് കാത്ത് പാർത്തിരുന്നു. അങ്ങനെ യാഗങ്ങളെല്ലാം കഴിച്ചിരുന്നു. ഇപ്പോൾ സഫലമായി, ഭഗവാനെ നേരിട്ട് കണ്ടു. ഇന്ന് മൽക്രതുക്കളും വന്നത് സഫലമായി. അതായത് യാഗങ്ങളെല്ലാം ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ എല്ലാം ഫലം എനിക്കിന്ന് സഫലമായി വന്നു. ഭഗവാനെ കണ്ടല്ലോ. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. എത്രയോ വർഷം കൊണ്ട് തപസ് ചെയ്തു, അതെല്ലാം കൂടെ എനിക്ക് സഫലമായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നത് നേത്രവും എൻ്റെ നേത്രവും, കണ്ണിനും എനിക്ക് സഫലമായി. എന്താ, നേരിട്ട് ഭഗവാൻ പ്രത്യക്ഷമായി അവിടെ വന്നു. കാരണം സീതയും ശ്രീരാമനും ലക്ഷ്മണനും കൂടെ അഗസ്ത്യ മഹാമുനിയുടെ ചെന്നല്ലോ. അപ്പോൾ ഇന്നല്ലോ എൻ്റെ ഇത്രയും നാൾ ചെയ്ത തപസ്സിനും സാഫല്യമുണ്ടായി. എൻ്റെ നേത്രങ്ങളും നേരിട്ട് ഭഗവാനെ കണ്ടു, എൻ്റെ നേത്രങ്ങളും സഫലമായി. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതയോടും കൂടി അമ്മ ഭഗവതിയാണല്ലോ. അതുകൊണ്ട് സീതയാ സാർദ്ധം ഹൃദി, എൻ്റെ ഹൃദയത്തിൽ വസിക്ക സദാ ഭവാൻ, എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വസിക്ക. സീതാവല്ലഭ, സീതയുടെ ഭർത്താവായ ഭഗവാനെ ശ്രീരാമ, ജഗന്നായക ദാശരഥേ, അതായത് ദശരഥ മഹാരാജാവിൻ്റെ മകന ദാശരഥേ എന്ന് പറയുന്നത് ശ്രീരാമനെ അങ്ങനെ വിളിക്കുന്ന. അപ്പോൾ സീതാവല്ലഭ, സീതയുടെ വല്ലഭനായ ഭർത്താവേ, ജഗന്നായക, ജഗത്തിൻ്റെ നായക, ദാശരഥേ. എന്നിട്ടും പറയുന്നത് എന്താ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത്
കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. അപ്പോൾ കിടക്കുമ്പോഴും കുളിക്കുമ്പോഴും നടക്കും എന്തൊക്കെ ചെയ്യുമ്പോഴും എല്ലാം എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അപ്പോഴെല്ലാം സദാ എപ്പോഴും എല്ലാ കാലത്തും മാനസേ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൽ ഭവദ്രൂപം ഭഗവാന്റെ രൂപം തോന്നണമേ ദയാംബുധേ എന്നാണ് അഗസ്ത്യ മഹാമുനി പറയുന്നത്. കുംഭസംഭവൻ ഇതി സ്തുതിച്ചു ഭക്തിയോടെ കുംഭസംഭവൻ അഗസ്ത്യ മഹാമുനി ഇങ്ങനെയെല്ലാം സ്തുതിച്ച് ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ജംഭാരി കൊടുത്ത ഒരു മുന്നം കൊടുത്ത നിക്ഷിപ്ത ഈ അഗസ്ത്യ മഹാമുനിക്ക് ജംഭാരി എനിക്കൊന്ന് ഇന്ദ്രനാണെന്ന് ദേവേന്ദ്രനാണെന്നാണ് തോന്നുന്നത്. അങ്ങ് മറന്നു പോകും കൂടെ ഇതിലർത്ഥമില്ല. അപ്പോൾ ജംഭാരി തന്നാൽ മുൻപ് നിക്ഷിപ്തമായ ചാപം ഈ അഗസ്ത്യ മഹാമുനിക്ക് ഈ ചാപം വില്ല് കൊടുത്ത ആ ചാപം ബാണ തൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താനിത് ശ്രീരാമന് കൊടുത്തു. അഗസ്ത്യ മഹാമുനി ഈ ചാപം വില്ലുമൊക്കെ ഈ അത്രമാത്രം അത്രമാത്രം എന്താ പറയുന്ന അത്ഭുതമായ ഒരു വില്ലും അമ്പുമാണ് അഗസ്ത്യ മഹാമുനിക്ക്. ഈ ജംഭാരി എന്ന് പറഞ്ഞത് ഇദ്ദേഹം ദേവേന്ദ്രനാണെന്നാ തോന്നുന്നത്. ആണോ അതാണെന്ന എൻ്റെ ഇതിൽ അർത്ഥം കിടക്കൂല. കൂടെ ഞാനങ്ങ് മറന്നു പോകും ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ. അപ്പോൾ അങ്ങനെ കൊടുത്ത ചാപം ആനന്ദ വിവശനായി പിന്നെയും ഇതെല്ലാം ബാണ തൂണിരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അയാൾ ചെയ്ത എന്താ പറയുന്നത്? ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമാക്കിയിടണം വൈകിടാതെ. ഈ ഭൂമിക്ക് ഭാരമായ ഈ രാക്ഷസകുലം നിന്നാൽ ശ്രീരാമനാൽ ഭൂപതേ ഭൂമിയുടെ രാജാവേ നഷ്ടമാക്കണം. അത്രമാത്രം ഈ ദുഷ്ടരെ ഈ രാക്ഷസ കുലത്തിനെ നഷ്ടമാക്കണം വൈകിടാതെ പെട്ടെന്ന് തന്നെ. ഇത് അമ്പുമില്ലെല്ലാം കൊണ്ടിട്ട് മഹാമുനി പറയുന്നു. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മർത്തനായി പിറന്നതും ഈ യഥാർത്ഥത്തിൽ സാക്ഷാൽ ഭഗവാൻ നാരായണനാണ്. അത് അങ്ങനെയിരിക്കുന്ന ശ്രീരാമൻ മായയോട് ഭഗവതിയായിരിക്കുന്ന സീതയോടും കൂടി ഈ രാക്ഷസന്റെ കുലം വധിക്കുന്നതിന് മർത്തനായി പിറന്നു. പരമാത്മാവ് മനുഷ്യനായി പിറന്നു. ആരുമായിട്ടാ? സീതയോടുകൂടി. സീത ആരാ? മായ, ഭഗവതി, മഹാമായ. 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ച് അതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. അതുകൊണ്ട് ഇവിടുന്ന് 2 യോജന വഴി അങ്ങോട്ട് പോകുമ്പോൾ പുണ്യഭൂമിയാകിയ ഒരു പഞ്ചവടിയുണ്ട്. അവിടെ നീ ഗൗതമീ തീരമാണ്. അവിടെ ഒരു ആശ്രമം ചമച്ച് അവിടെ സീതയോടുകൂടി അവിടെ പോയി വസിക്കുക ശേഷമുള്ളൊരു കാലം എന്ന് പറഞ്ഞു. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി. ഇത് ഈ ധനുസ് വില്ലുമൊക്കെ കൊടുത്ത് ഇതെല്ലാം പറഞ്ഞ് അഗസ്ത്യ മഹാമുനി പറഞ്ഞ് അവിടെ പഞ്ചവടിയിൽ പോയി 2 യോജന കഴിയുമ്പോൾ അവിടെ പഞ്ചവടിയുണ്ട്. അവിടെ പോയി സീതയുമായിട്ട് സുഖമായി വസിക്കുക. ബാക്കിയുള്ള കാലം ഈ രാവണനെയൊക്കെ വധിക്കുന്നതിന് അത്രയും കാലം നോക്കിയിരിക്കണമല്ലോ, അതിനവിടെ പോയി കഴിയുക. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇവിടെ അവതരിച്ചത്. ആരാ? ഈ ദേവേന്ദ്രനും മറ്റു ദേവന്മാരും ഭൂമിദേവിയും എല്ലാം അപേക്ഷിച്ചതനുസരിച്ചാണ് ശ്രീരാമൻ ഇവിടെ ഭഗവാൻ നാരായണൻ അവതരിച്ചത്. അതുകൊണ്ട് ദേവകാര്യത്തിന് വേണ്ടി വന്നു. അതെല്ലാം ഉടനെ തന്നെ വൈകിടാതെ തന്നെ ചെയ്യണം. ശ്രുത്തൈവ തലസ്തോത്രം സാര അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച് അഗസ്ത്യ പാദാംബുജം. അതായത് ഇതെല്ലാം കേട്ടു. അഗസ്ത്യ മഹാമുനി പറഞ്ഞില്ലേ പഞ്ചവടിയിൽ പോയി ബാക്കിയുള്ള കാലം കഴിയണം, പെട്ടെന്ന് തന്നെ രാക്ഷസകുലം വധിക്കണം, ഇതൊക്കെ സീതയായിട്ട് പഞ്ചവടി പോയി താമസിക്കുക. അതെല്ലാം കേട്ടപ്പോൾ ഭഗവാനോട് ഈ സാര അഗസ്ത്യ മുനി സുഭാഷിത, ഇത് അഗസ്ത്യ മഹാവിൻ്റെ സുഭാഷിത നല്ല വാക്കുകൾ, അത് സുഭാഷിത നല്ല വചനങ്ങൾ. ഇത് കേട്ടിട്ട് സമന്വിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ശ്രീരാമൻ എന്തു പറയുന്നു? ബാണചാപാദികളും തത്രവ നിക്ഷേപിച്ചു. കൊടുത്തതെല്ലാം സ്വീകരിച്ചിട്ട് വീണു നമസ്കരിച്ച് അഗസ്ത്യ മഹാമുനിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ച് പാദാംബുജം വീണുടൻ നമസ്കരിച്ച് അഗസ്ത്യ പാദാംബുജം യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. അങ്ങനെ വീണ് നമസ്കരിച്ചിട്ട് അഗസ്ത്യ മഹാമുനിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ച് യാത്രയും അയപ്പിച്ചു. അവർ പഞ്ചവടിയിലേക്ക് പോകും. സുമിത്രാത്മജനോട് വെച്ചാൽ സുമിത്രയുടെ മകനാണ് ലക്ഷ്മണനും സീതയും ശ്രീരാമനുമായിട്ട് പ്രീത്യ ജാനകി
സീതയോടും കൂടി എഴുന്നള്ളി പോയി. ഇനി നമുക്ക് ജടായു സംഘമാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യമായി. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതൊക്കെ മനസ്സിലാക്കി വായിക്കുമ്പം എന്തൊരു ആനന്ദമാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഭക്തർക്ക് പ്രത്യേകിച്ചും ഈശ്വരൻ്റെ എന്താ പറയുക, വിജ്ഞാനം ഉണ്ടാകണം. ജ്ഞാനം വിജ്ഞാനം പരമാത്മാവിലേക്കുള്ള ആ വഴിയിലേക്കുള്ള അറിവാണ്. അതിൻ്റെ ജ്ഞാനം ഉണ്ടാകണം. അതിന് ഭക്തി തന്നെ വേണം. ഭക്തന്മാരുമായിട്ട് സംഗമം വേണം. അപ്പോൾ നല്ല നല്ല സന്യാസിമാർ ഗുരുക്കന്മാരായിട്ടുള്ള സഹകരണ സംഗമം വരുമ്പോൾ ഭക്തി വർദ്ധിക്കും. അത് മുഖാന്തരം നമുക്ക് വിജ്ഞാനം ഉണ്ടാകും, അറിവുണ്ടാകും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാം ഒരു ഗുരുവായി പരമാത്മാവ് തന്നെ നിരിക്കും. യഥാർത്ഥ ഒരു ഗുരുവിനെ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഈശ്വരൻ തന്നെ നമുക്കൊരു ഗുരുവായി വരും. എല്ലാം പോകെ പോകെ മോക്ഷത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.